അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ പ്രേക്ഷകർക്ക് റമർ മീഡിയ പ്രൊഡക്ഷൻ്റെ റയ്യാൻ റമളാനിലേക്ക് സ്വാഗതം. പ്രാർത്ഥന പോലെ ജീവിതം, എന്തൊരു മനോഹരമായ ഒരാവിഷ്കാരമാണ്, ഒരു തലക്കെട്ടാണ് ഇത്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? റമളാൻ ചിന്തകൾ എന്ന് പറയുന്ന ഒരു കൃതി രചിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ വാക്കുകളും എല്ലാ ഗ്രന്ഥകാരന്മാരെയും പോലെ തന്നെ അർത്ഥവത്താകണം, അതുതന്നെ ഒരു മെസ്സേജാകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. പ്രാർത്ഥന പോലെ ജീവിതമെന്ന് പറയുന്നത് എൻ്റെ ഒരു കണ്ടുപിടുത്തമൊന്നും അല്ല. വേറെയും സാഹിത്യകാരന്മാർ സമാനമായ ശൈലികളിൽ ടൈറ്റിലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തലക്കെട്ട് സ്വീകരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥന പോലെ നീണ്ടു കിടക്കണം. ഇങ്ങനെ ഒരു വികാരമുണ്ടായത് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പ്രവാചകന്മാർ നിർവഹിച്ച പ്രാർത്ഥനകൾ, ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരളുരുകി കണ്ണുകൾ നിറച്ച് ആർദ്രമായ ഹൃദയത്തോടുകൂടി പ്രവാചകന്മാർ നടത്തിയ പ്രാർത്ഥന അത്യധികം മനോഹരമാണ്. അപ്പോൾ പ്രാർത്ഥന ഒരു വലിയ ശക്തിയാണ്. നമുക്കറിയാം, മനുഷ്യനാണ് ജീവികളിൽ വെച്ച് ഏറ്റവും ദുർബലൻ എന്ന് ആരോ എഴുതിയത് വായിച്ചത് ഓർക്കുകയാണ്. മറ്റെല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനേക്കാൾ ശക്തിയുണ്ട്. ചിലപ്പോൾ ചില കിളികൾ സ്വന്തം പറക്കും, ചില ജീവികൾ സ്വന്തം ഓടിച്ചാടും, ഭക്ഷണം തേടും. പക്ഷെ വളരെ കാലത്തേക്ക് മനുഷ്യനൊന്നും സാധ്യമല്ല. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും മനുഷ്യൻ തളർന്നു പോകാറുണ്ട്, അവന് അശക്തനായി പോകാറുണ്ട്. അവന് ശക്തി നൽകുന്ന എന്താണ് ഈ ലോകത്തിലുള്ളത്? അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്ന പരിഹാരത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഈ പ്രാർത്ഥനയുടെ ഒരു ശക്തി അറിയാത്തത് കൊണ്ടായിരിക്കാം മനുഷ്യർ ആത്മഹത്യകളിൽ അഭയം തേടുന്നത്. അതായത്, ലോകത്ത് ജീവിതത്തിൽ ഒരു നിരാശ ബാധിക്കുമ്പോൾ മനുഷ്യർ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇനിയൊരു വഴിയുമില്ല, അവൻ കണ്ടെത്തിയ എല്ലാ വഴികളും അടഞ്ഞു, അതുകൊണ്ട് ഇനി ജീവിതം അവസാനിപ്പിക്കാം. പാശ്ചാത്യ നാടുകളിൽ ചില സംഘടനകളുടെ പേര് ദ ഫൈനൽ എക്സിറ്റ് എന്നാണത്രേ, അഥവാ ആത്മഹത്യാ സംഘം. അത്രത്തോളം നമുക്ക് പോകേണ്ടതില്ല. നമ്മുടെ ദൈവം തമ്പുരാൻ, നമ്മുടെ സ്രഷ്ടാവ്, കരുണാമയനായ സൃഷ്ടിനാഥൻ പ്രാർത്ഥന എന്ന് പറയുന്ന വലിയൊരു ആയുധം, ഒരു ശക്തി, ഒരു വഴി നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന വലിയ ഒരു ശക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്ത് പറഞ്ഞല്ലോ, അള്ളാഹുവിനെ നിങ്ങൾ അറിയേണ്ടതുപോലെ അറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പർവ്വതങ്ങൾ പോലും നിങ്ങളെ പ്രാർത്ഥനകൾ കൊണ്ട് നീങ്ങിപ്പോകും. അപ്പം അത്രയും ശക്തി പ്രാർത്ഥനകൾക്കുണ്ട്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ജീവിതമെന്നും പറയപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത്. ആ ഒരു പ്രാർത്ഥനയിലേക്ക്, അതിൻ്റെ ഒരു പ്രാധാന്യത്തിലേക്ക് വിശ്വാസികൾ തിരിച്ചു വരണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവണം. അത് നമുക്ക് വലിയ ശാന്തിയും സമാധാനവും പ്രതീക്ഷയും നൽകുമെന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. ഈ മാസത്തിലെ പ്രാർത്ഥനയ്ക്ക് എന്താണ് ഇത്ര സവിശേഷത? റമദാൻ മാസം പ്രാർത്ഥനകളുടെ ഒരു മാസമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ബഖറയിൽ റമദാനുമായി ബന്ധപ്പെട്ട സൂക്തങ്ങൾ പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ സമീപസ്ഥനാണ്, എന്നോട് പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം എന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് ഖുർആനിൽ ഈ റമദാൻ സൂക്തങ്ങൾ പറഞ്ഞ ഉടനെയാണ്. അപ്പോൾ റമദാൻ നിറച്ചു പ്രാർത്ഥനകളാണ്.
ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉയരുന്ന അപേക്ഷകളാണ്, റിക്വസ്റ്റുകളാണ്, അർത്ഥനകളാണ്. റമദാൻ മാസത്തിൽ പല സന്ദർഭങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയമുണ്ട്. ഇപ്പോൾ ഒരു പകലന്തിയോളം നോമ്പ് നോറ്റുകൊണ്ട് അവസാനം നോമ്പ് മുറിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി നോമ്പ് നോറ്റു, അല്ലാഹുമ്മ ലക്ക സുംതു വഅല റിസ്ഖിക അഫ്തറതു, നിനക്ക് വേണ്ടിയാണ് പടച്ചവനെ ഞാൻ അന്ന പാനീയങ്ങൾ ഒഴിവാക്കിയത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ നോമ്പ് മുറിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഞരമ്പുകളൊക്കെ നനഞ്ഞു. നോമ്പ് പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലുള്ള ഒരു മനോഹരമായ പ്രാർത്ഥനയാണത്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതം നോമ്പിലുടനീളം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവൻ്റെ നോമ്പ് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും പ്രാർത്ഥനകളുണ്ട്, അതിനിടയ്ക്ക് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. യഥാർത്ഥത്തിൽ അസ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ എന്നാണ് അർത്ഥം, പ്രാർത്ഥന എന്നാണ് അർത്ഥം. നമസ്കാരം ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ഏറ്റവും നല്ല ഭാവങ്ങളാണ് അത് ഉൾക്കൊള്ളുന്നത്. റുക്കൂ, സുജൂദ്, സാഷ്ടാംഗം നമിക്കുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയാണ്. അതിലും ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. എന്നാൽ റമദാൻ മാസത്തിൽ രാത്രി പ്രാർത്ഥനയുടെ സന്ദർഭമാണ്. വിശ്വാസികൾ കൂട്ടമായും ഒറ്റക്കും കരളുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഖുനൂത്തിൽ അതുണ്ട്, വിത്ർ നമസ്കാരത്തിലുണ്ട്, ഖിയാമുൽ ലൈലിലുണ്ട്, തറാവീഹിലുണ്ട്, തഹജ്ജുദ് നമസ്കാരത്തിലുണ്ട്, അല്ലാതെയുള്ള പ്രാർത്ഥനകളുണ്ട്. കൈകളുടെ ഉള്ളം കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് ചോദിക്കൂ എന്നാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ റമദാൻ വളരെ ശക്തമായി തന്നെ ദുആവുമായി, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിൽ നിന്നാണ് പ്രാർത്ഥന പോലെ ഒരു ജീവിതമുണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അഭിലഷിക്കുന്നത്. പ്രാർത്ഥനകളുടെ അജയ്യമായ ഈ ഒരു ശക്തി നമ്മൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഓരോ റമദാനും പ്രാർത്ഥനകളുടെ ഈ മാന്ത്രികമായ ശക്തിയിലേക്കാണ് നമ്മളെ വിളിച്ചുണർത്തുന്നത്. എല്ലാവർക്കും റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. റയ്യാൻ റമദാനിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നിക്കാഹ് എന്ന സിനിമയുടെ സംവിധായകൻ ആസാദ് അലവി. അദ്ദേഹത്തെ നമുക്ക് റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. സിനിമയോട് താല്പര്യം തോന്നി തുടങ്ങുന്നത് എന്നാണ്? ഒരു SSLC പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അതിനും വളരെ ഏകദേശം ഒരു 10 വയസ്സ് മുതൽ സിനിമ കാണുന്ന ശരിയുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് തന്നെ കാണും. കുടുംബത്തിനകത്ത് അങ്ങനെ ഇല്ല, വളരെ ഒന്നുമില്ല. എന്റെ ഫാദറൊക്കെ സിനിമ കാണാൻ പോകുന്ന കൂട്ടത്തിൽ, എന്തായാലും സ്ത്രീകളല്ല, പുരുഷന്മാരെല്ലാവരും, എന്റെ ഏട്ടനാരും എല്ലാവരും സിനിമക്ക് പോകുന്നതാണ്. അവരുടെ കൂടെ പോകും. പിന്നീട് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒറ്റക്ക് പോയി തുടങ്ങി. നമ്മുടെ വീടിന്റെ ഏകദേശം 2-3 ചുറ്റോടെ തന്നെയാണ് എല്ലാ തിയേറ്ററും. പോവും, സിനിമ കാണും. അതിനിടയിലാണ് ഒരു SSLC സമയത്താണ് സിനിമയിൽ എത്തിപ്പെടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഇന്ന് ഫീൽഡിൽ നിന്നില്ല, സിനിമയിൽ എത്തണം. അവനാദ്യം അഭിനയം മോഹിച്ചു, പിന്നീട് സ്ക്രിപ്റ്റിലേക്ക് പോയി. ഒടുവിൽ ഒരു സ്ക്രിപ്റ്റിന്റെ കോപ്പറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സീരിയലിന്റെ കാര്യത്തിന് പോയപ്പോഴാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആദ്യത്തെ ഒരു അവസരം കിട്ടുന്നത്. സീരിയൽ അത് ഒരു കനൽപ്പൂവ് എന്ന് പറഞ്ഞൊരു സീരിയൽ, കൈരളിയിൽ. അത് കഴിഞ്ഞ് വീണ്ടും 2 സീരിയല്. അതിനുശേഷമാണ് ലാപ്ടോപ്പ് എന്ന സിനിമ അസിസ്റ്റ് വേണ്ടി വരുന്നത്. പിന്നീട് ഈ മിനി സ്ക്രീൻ വിട്ടു കംപ്ലീറ്റ്. ആദ്യത്തെ അനുഭവം എന്തായിരുന്നു ലാപ്ടോപ്പിലൂടെ സംവിധായകനായിട്ട്? ലാപ്ടോപ്പില് അതിന് മുന്നേ ഈ സീരിയലിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇതൊരു ഡിസിപ്ലിൻ, സിനിമയുടെ ഡിസിപ്ലിൻ പഠിച്ചത് സീരിയലിൽ നിന്നാണ്. അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റി എന്ന ഒരു നല്ലൊരു അനുഭവമായിരുന്നു. അതിന്റെ ഇതിന്റെ അസോസിയേറ്റ് എന്ന് പറയുന്നതും പിന്നെ അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ചത്. മുൻപരിചയമുണ്ട്. ഇവിടെ ഏറ്റവും ചെറിയ 3 ഷോർട്ട് ഫിലിം വർക്ക് ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് ആ രീതിയിൽ പുള്ളിയാണ് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേടിയില്ലാതെ വർക്ക് ചെയ്തൊരു സിനിമയായിരുന്നു. പിന്നീട് എത്ര സിനിമകളിൽ അസിസ്റ്റ് ചെയ്തു? പിന്നീട് ഏകദേശം 13ഓളം പടം, അതായത് ലാപ്ടോപ്പിൽ കൂടെ 13ഓളം പടം അസിസ്റ്റന്റ് ആയിട്ടും അസോസിയേറ്റും വർക്ക് ചെയ്തു. അതിനകത്ത് ഒന്ന് സോഹൻലാലിന്റെ
ഓർക്കു പലപ്പോഴും. പിന്നെ മധുവിധപ്പത്തിന്റെ മധ്യവേനൽ, അശോകനാഥിന്റെ ഏകാദശി, അത് പിന്നെ റിലീസായി വന്നപ്പോൾ ഒരു വെൺശങ്ക് പോലെ എന്നുള്ള പടത്തിൽ വന്നു. പിന്നെ അസിസ്റ്റന്റ് ലാസ്റ്റ് ചെയ്യുന്നത് അമൽനീരത്തിന്റെ അൻവറാണ്. അൻവറിൽ ശരിക്കും ഞാൻ ക്ലാപ്പ് ബോയ് ആയിരുന്നു. 5ാമത്തെ പടത്തിലാണ്. സാധാരണ എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും ആദ്യത്തെ പടമാണ് ക്ലാപ്പ് അടിക്കാൻ കിട്ടുക. ശരിക്കും 5ാമത്തെ പടമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ലെൻസിന്റെ വ്യത്യാസവും ലെൻസിന്റെ പ്രാധാന്യവും ഒരു ക്യാമറ ആംഗിളിൽ നിന്നുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഏകദേശം ഞാൻ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നതിന്റെ 98% പഠിച്ചത് അവരൊറ്റ പടത്തിന്. അതായത് 5 ക്യാമറ യൂസ് ചെയ്യുന്നത്, ഒരു വൈസ് ക്യാമറ ഉൾപ്പെടെ. വൈസ് ക്യാമറ സ്പീഡ് റാമ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ രീതിയൊക്കെ പഠിച്ചത് അനുഭവം നടത്തുന്നത്. അതിനുശേഷം അസോസിയേറ്റ് ആയിട്ട് ആദിമത്യാന്തം, ഷെറിയുടെ ആദിമത്യാന്തം, പിന്നെ ബാബു തിരുവല്ലയുടെ തിരുവല്ല സാറിന്റെ കൽപ്പന ചേച്ചിക്ക് ദേശീയ അവാർഡ് കിട്ടിയ തനിച്ചില്ല ഞാൻ. പിന്നെ മറ്റ് ചില ചെറിയ പടങ്ങളുടെ ആയിട്ട് അമീൻ ജവറിന്റെ കാണാപ്പാടം, പിന്നെ അർഷാദിന്റെ ദായം 12, ഇങ്ങനെയുള്ള ചെറിയ പടങ്ങളുമായി 13ഓളം പടങ്ങളിലും പിന്നെ അത്രത്തോളം തന്നെ ഹോം സിനിമകൾ, ഷോർട്ട് ഫിലിമുകൾ ഒക്കെ സഹകരിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് സ്വന്തമായ ഒരു ഈ ഒരു താരയില് താങ്കളെ സപ്പോർട്ട് ചെയ്ത സംവിധായകൻ ആരാണ്? ഏറ്റവും കൂടുതൽ ഈ ഫീൽഡിലേക്ക് തുടരണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്ന അർത്ഥത്തിൽ താങ്കളെ സഹായിച്ചു പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ശരിക്കും ഈ ഫീൽഡ് എന്നെ കൊണ്ടുവന്ന ഒരു 3 പേരാണ്. അതിലത് ഒന്ന് കൺട്രോളാണ്, സുധൻ കണ്ണൂർ എന്ന് പറഞ്ഞ കൺട്രോൾ. അദ്ദേഹമാണ് എന്നെ സീരിയലിലേക്ക് ക്ഷണിക്കുന്നത്. ശരിക്കും ആദ്യം ഫീൽഡിലേക്ക് എനിക്ക് ചാൻസ് കിട്ടിയതും ഇതേപോലെ തന്നെ ഒരു ഇമ്മാനുവൽ ജോസഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത ഒരു ചെറിയൊരു എന്താ പറയാ ഒരു വീഡിയോ ഡോക്യു ഫിക്ഷന്റെ അതിനകത്തൊരു ഷാജി സ്റ്റീഫൻ ആയിരുന്നു ഡയറക്ടർ. അദ്ദേഹമാണ് പിന്നെ അദ്ദേഹത്തിന്റെ എല്ലാ വർക്കും തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പിന്നീട് സിനിമയിലേക്ക് വരുമ്പോഴേക്ക് അത് സീരിയലിലേക്ക് വരുമ്പോഴും ഈ റോബർട്ട് തോമസ് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് എന്നെ ആദ്യമായിട്ട് ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്നെ കൊണ്ടുവരുന്നത്. ഞാൻ മുമ്പ് അസോസിയേറ്റ് ചെയ്ത വർക്കാണ്. അതിനുശേഷം സിനിമയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഷെഫീർ, ഈ പറഞ്ഞ അൻവറിൽ തന്നെ ഈ ലാപ്ടോപ്പിൽ ഷെഫീർ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഒരാളുടെ പേര് പെട്ടെന്ന് പറയുമ്പോ അനുഭവം ഒരു കൃത്യമായി എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു സിനിമ അല്ല ഉപകാരപ്പെട്ടു സിനിമ ശരിക്കും അൻവർ. പിന്നെ അതിനുശേഷം ജയരാജാറിന്റെ ക്യാമൽ സഫാരി, ലാസ്റ്റ് ഞാൻ അസോസിയേറ്റ് ചെയ്തത് ക്യാമൽ സഫാരിയാണ്. 2 പേരുടെ പടം. അത് തന്നെ ശരിക്കും കാരണം ഈ 2 പേരുടെ മേക്കിംഗ് സ്റ്റൈല് വ്യത്യാസമുണ്ട്. 2 പേര് നിന്നുകൊണ്ട് നമുക്ക് വ്യക്തിപരമായും ഇനിയിപ്പോ പ്രൊഫഷണൽ ലെവലിലായാലും 2 പേരെയും നമുക്ക് പഠിക്കാൻ. പിന്നെ അസോസിയേഷനിലേക്ക് എപ്പോഴാണ് വരുന്നത്? അസോസിയേറ്റ് ഡയറക്ഷനിലേക്ക് ഫസ്റ്റ് പടം ആദിമത്യാന്തം, ശരിയുടെ ആദിമത്യാന്തം. അതിലൊരു അനുഭവം അതിലനുഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നെ ഷെറി കണ്ണൂരുകാരനാണെങ്കിലും ഷെറിയുടെ അതിന് മുന്നേയുള്ള വർക്കോ ഷെറിയെ എനിക്കറിയില്ലായിരുന്നു. കാരണം ഒന്നാമത് എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ സിനിമാക്കാരനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് തന്നെ എന്നെ ആരും അറിയില്ല. അതിന് ആ സമയത്താണ് ഈ പറഞ്ഞ എന്റെ ഇപ്പൊ എനിക്കതിന്റെ പടത്തിന്റെ സ്ക്രിപ്റ്റ് അതിന് മുന്നേ ഒരു ഹോം സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ഇറങ്ങിയിരുന്നു. ഒരു MD സിനിമ എന്ന് പറഞ്ഞ കക്ഷിയാണ് ഡയറക്ട് ചെയ്തത്. അതിന്റെ പ്രൊഡ്യൂസർ ഒരു റഷീദ് കെ ആയിരുന്നു, കുൽത്താ റഷീദ് എന്ന് പറയുന്നത് മരിച്ചുപോയി പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ ആദിമത്യാന്തത്തിന്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഈ ആദിമത്യാന്തം പടത്തിന്റെ കാര്യങ്ങൾ നീങ്ങി ഷൂട്ടിന്റെ ലെവലിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹമാണ് ഈ ഷെറിയോട് പറഞ്ഞത് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഞാൻ പറയുന്ന ഒരാളെ വെക്കണം. അപ്പൊ ഇതേ എന്നെ തന്നെയാണ് ഇപ്പുറത്ത് ഈ പ്രസന്നമാണെന്നാണ് ഈ സ്ക്രിപ്റ്റ് ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത പക്ഷേ ഈ 2 പേരും ഉദ്ദേശിച്ചത് ഒരാളായതുകൊണ്ട് അവർക്ക് താല്പര്യം അങ്ങനെ ആണ് അതിനകത്ത് ഇൻവോൾവ് ആണ്. ആ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെയാണ് പിന്നീട് അതിനകത്ത് ക്യാമറമാൻ ജലീൽ ബാദുഷായി മൂപ്പരുടെ കുറേ വർക്ക് എനിക്ക് കിട്ടിയത്. ആ ലെവലിലാണ് ഈ പറയുന്ന കോഴിക്കോട് തന്നെയുള്ള 2-3 ഞാൻ കാണാപ്പാടത്തിന്റെ വർക്ക് ഉൾപ്പെടെ എനിക്ക് വരുന്നത് ആ രീതിയിൽ. ആദിമാദ്യന്തത്തില് അതിനകത്ത് വർക്ക് ചെയ്തൊരു വ്യക്തി എന്ന നിലക്ക് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് മലയാള സിനിമക്കകത്ത് അല്ലെങ്കിൽ അവാർഡിലേക്ക് നയിക്കുന്നത് വരെ ഉണ്ടായ ഒരു വിവാദമുണ്ട്. സൗണ്ട് പ്രത്യേകിച്ചും അല്ലെ, എന്താണ് യാഥാർത്ഥ്യം എന്തായിരുന്നു? അല്ലെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാനും ഷെറിയും ഈ പറയുന്ന നമ്മുടെ ജലിഭാഷകൾ കൂടിയാണ് ഇതിന്റെ ഫസ്റ്റ് എഡിറ്റ് ചെയ്ത CD, ഫസ്റ്റ് എഡിറ്റ് ഫൈനലല്ല, ഫസ്റ്റ് എഡിറ്റ് ചെയ്ത CD നമ്മുടെ ബീന പോണ്ട് കാണിക്കാൻ വേണ്ടി നമ്മള് അക്കാഡമിയിലേക്ക് പോകുന്നു. അപ്പൊ അക്കാഡമിയിൽ പോയപ്പോഴും ഇവരത് കണ്ട ശേഷം അവർ തന്നെ ശരിയോട് പറഞ്ഞു, ഇത് ഞാൻ ഇനി കൈവെക്കുന്നതിൽ അർത്ഥമില്ല, ഇത് പക്ക എഡിറ്റിംഗ് കഴിഞ്ഞാൽ അത് ഇനി ആ എഡിറ്ററുടെ ഒരു കഴിവിനെ കുറച്ച് കാണണ്ട, ആ ക്രെഡിറ്റ് അദ്ദേഹത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടതാണ്. ഈ CD എങ്ങനെയോ ആ ഓഫീസിൽ നിന്ന് ഏതോ ഓഫീസ് സ്റ്റാഫ് മുഖാന്തരം പുറത്തു പോവുകയും അതാണ് മറ്റവർ കണ്ടത്. ശരിക്കും ഇവിടെ മറ്റേ അവാർഡ് കൊടുത്തത് പക്ക ഫൈനൽ CD ആണ്. അതിനകത്തുണ്ടായ ഒരു അത് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല, എന്നാലും സംഭവിച്ചതാണ്.
സിനിമ അതിനുശേഷം പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ശ്രദ്ധിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് തിയേറ്ററിലെത്തിയില്ലെങ്കിലും അത് കുറച്ച് ചർച്ച ചെയ്യപ്പെട്ടു. അസോസിയേഷനിൽ പിന്നെ എത്ര സിനിമകൾ ചെയ്തു? അസോസിയേറ്റ് ആയിട്ട് അതിനുശേഷം ഞാനൊരു 7 പടത്തോളം ചെയ്തു. അതിനകത്ത് ഒരു പടം പൂർത്തിയായില്ല. ഒരു പടം 3D പടമായിരുന്നു. അത് തിയേറ്ററിൽ എത്തിയോ എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് 1-2 തിയേറ്ററിൽ പ്രദർശിപ്പിച്ചില്ല എന്നുള്ളൊരു ഒരു മ്യാവോ കരുപൂച്ച എന്ന് പറഞ്ഞ ഒരു പടമാണ്. പിന്നെ അതിന് മുന്നേ ഞാൻ തനിച്ചല്ല ഞാൻ ശേഷം കാണാപ്പാടം, പിന്നെ ദായവും 12, പിന്നെ ടീൻസ് എന്നുള്ള പടത്തോടുകൂടിയാണ് ഞാൻ ജയരാജ് സാറിലേക്ക് എത്തുന്നത്. ടീൻസ് എന്ന പടത്തിൽ ജയരാജന്റെ വൈഫ് സബിത ചേച്ചി എന്നത് അഭിനയിക്കുന്നത്. അപ്പോൾ അത് ആദ്യം അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസർ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. അത് ശരിക്കും ഞാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നത്. അത് വേറെ വർക്കുള്ളതുകൊണ്ട്, ഈ പറയുന്ന ദാമോദരന്റെ വർക്കുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാതെ വരികയും, പക്ഷെ പിന്നെ വീണ്ടും അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറും കൺട്രോളറുമാണ് വീണ്ടും വിളിക്കുന്നത്. കാരണം ഈ സജി കോട്ടെ എന്ന് പറഞ്ഞ കൺട്രോളറുടെ കയറപ്പ് തന്നെ എനിക്ക് ഞാൻ 4 പടം വർക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ വർക്കിന്റെ ഇത് കണ്ടതുകൊണ്ട് അവർ വിളിക്കുകയും അത് അവർ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരു 4 ദിവസം നേരത്തെ തീർക്കാൻ പറ്റിയ സന്തോഷം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന ജയരാജ് സാറിന്റെ ക്യാമൽ സഫാരി, അത് രാജസ്ഥാനായിരുന്നു. അത് പുഷ്കറുമായി ബന്ധപ്പെട്ട് ആ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്ട്. അതിനുശേഷം അത് കൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ സ്വന്തമായ പ്രോജക്റ്റിലേക്ക് നീങ്ങുന്നത്. സിനിമയുടെ ഒരു ട്രഡീഷണൽ വഴിയിലൂടെയാണ് താങ്കളുടെ സഞ്ചാരം. കൃത്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്നു, പിന്നെ അസോസിയേറ്റ് ചെയ്യുന്നു, അതിന് ഡയറക്ഷനിലേക്ക് വരുന്നു. ഇതിന് അകത്തുള്ള സൗഹൃദങ്ങളെ എങ്ങനെ ഓർക്കുന്നു? സിനിമയിലെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രോജക്റ്റ് സൗഹൃദം. അതിനപ്പുറത്തേക്ക് ചില വ്യക്തികൾ തമ്മിൽ ബന്ധങ്ങളുണ്ടാവും. അതെല്ലാവരും കോണ്ടാക്ടിനെ അതായത് അതിന്റെ സ്വഭാവം അതാണ്. ഒരു പ്രോജക്റ്റ് ബേസ് ആണ് പ്രധാനമായിട്ടും. അതിൽ എന്തായാലും ഒരു പ്രോജക്റ്റ് ഒന്നും ഒരു 1-2 പേരെങ്കിലും ജീവിതത്തിൽ കൊണ്ടും കണ്ടിന്യൂ. എല്ലാവരും ആയിട്ടില്ലെങ്കിലും എന്തായാലും 1-2 വ്യക്തി മുഖാന്തരെങ്കിലും അത് വളർന്നു വരും. നിക്കാഹ് എന്ന സിനിമയാണ് താങ്കളുടെ ജീവിതത്തിലെ വഴിത്തിരിവ് എന്ന് പറയുന്നത്. എപ്പോഴാണ് നിക്കാഹ് സംഭവിക്കുന്നത്? നിക്കാഹ് സംഭവിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഒരു ക്യാമൽ സഫാരിൽ വർക്ക്, അതിന്റെ 3 ഷെഡ്യൂളായിരുന്നു ആ വർക്ക് പൂർത്തിയായത്. സെക്കൻഡ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ആണ് സ്ക്രിപ്റ്റ് എഴുതി. അതിന്റെ അധ്യാപകനാണ് അദ്ദേഹം വിളിക്കുന്ന ഇങ്ങനെ സബ്ജക്റ്റ് ഉണ്ട്, പ്രൊഡ്യൂസറും ഉണ്ട്, അത് നിന്നെയാണ് ഡയറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ ചർച്ചയും കാര്യങ്ങളും നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. അത് നല്ലൊരു പ്രണയകഥ പറയുന്ന രീതിയിൽ നല്ലൊരു മൂവി ആയിട്ട് തന്നെയാണ് കണ്ടത്. പിന്നീട് ഇതിന് കുറെ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് വാസ്തവം. അതിനകത്ത് എൻ്റെ ഒരു പരിചയത്തിന്റെ മുകളിലാണ് ഈ ശേഖർ മേനോൻ വരുന്നത്. ശേഖർ മേനോൻ പറഞ്ഞിട്ടാണ് ബാസി കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നത്. അവർക്കൊക്കെ സബ്ജക്ട് ഇഷ്ടപ്പെട്ടു. കഥയുടെ ഇതിവൃത്തം ഇതെന്ന് വെച്ചാൽ ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന തലേന്നും കല്യാണത്തിനന്ന് നിക്കാഹിന്റെ അന്ന് നടക്കുന്ന കുറെ സംഭവങ്ങളാണ്. അതിനിടയിൽ ഈ പിന്നെ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത വരൻ ഉണ്ട്. പക്ഷെ പിന്നെ ഇവര് തന്നെ സൗഹൃദങ്ങളാണ്. അതായത് മാതൃബന്ധത്തിൽ വരുന്ന സൗഹൃദങ്ങളായതുകൊണ്ട് തന്നെ ഈ കല്യാണ പെണ്ണിനൊരു കാമുകൻ പുറത്തുണ്ട്. ഇവിടെ വരനായിരിക്കുന്ന വ്യക്തി അവളെ സഹോദരിയായിട്ട് കാണും. എന്നാൽ വേറൊരു വ്യക്തി എങ്ങനെയെങ്കിലും ഇവിടെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു കഥ, ഒരു മുച്ചക്രത്തിൽ കറങ്ങുന്ന ഒരു കഥയാണ്. പക്ഷെ ഇതൊന്നും അല്ല സംഭവിക്കുന്നത്. ക്ലൈമാക്സ് ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. അത് പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെയുള്ള ക്ലൈമാക്സ് ആയിരുന്നു. എന്തോ മാർക്കറ്റിങ്ങിന്റെ അപാകത അതിന് ബാധിച്ചു. അല്ലെങ്കിൽ അത് ഒരു 35 തിയേറ്റർ പ്ലാൻ ചെയ്തായിരുന്നു. ആദ്യം 70 തിയേറ്റർ ആയിരുന്നു യൂട്യൂബ് മുഖാന്തരമുള്ളത്. പക്ഷെ യൂട്യൂബിന് പടം നീണ്ടുപോയപ്പോൾ യൂട്യൂബ് ലാസ്റ്റ് മലയാള സിനിമ റിലീസ് ചെയ്യുന്നില്ല എന്ന ലെവലിലേക്ക് നീങ്ങിയപ്പോഴാണ് മറ്റു മാർഗങ്ങൾ ആലോചിച്ചത്. ഒരു മുഴുനീള സിനിമ എന്ന അർത്ഥത്തിൽ നിക്കാഹില് താങ്കളുടെ ഒരു കോൺട്രിബ്യൂഷൻ, അതിന്റെ ഒരു അനുഭവം എന്തായിരുന്നു? അല്ല, നമ്മളിപ്പോ ഒരു അസിസ്റ്റന്റ് അസോസിയേഷനിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അസിസ്റ്റൻസിനാണ് ശരിക്കും. ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഡയറക്ടർ മൈൻഡ് നിന്നുകൊണ്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാം. പക്ഷെ ഡയറക്ടർ എത്രത്തോളം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അദ്ദേഹം കാണുന്ന ഒരു സിനിമ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ഓരോ സീനിനെയും സമീപിക്കുന്നത്. പക്ഷെ ഒരു ഡയറക്ടറായിട്ട് വരുമ്പോൾ ഞാൻ ഈസിയാണ്, എളുപ്പമാണ്. അതായത് നമ്മുടെ മൈൻഡിലുണ്ട് സിനിമ, അതങ്ങ് ചെയ്താണ്. പക്ഷെ മൊത്തം കൺട്രോളും യഥാർത്ഥത്തിൽ ഒരാളുടെ നമ്മളായിട്ടുള്ള വരും. അതാണ് എളുപ്പം. ശരിക്കും ഒരു ഡയറക്ടർ ഒരു അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്നതിനേക്കാളും സ്വാതന്ത്ര്യവും കുറച്ച് ടെൻഷനും കുറഞ്ഞതും ഡയറക്ടർ തരുന്നത്. കാരണം കയ്യിൽ പ്രൊഡ്യൂസർ ബലമുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച്. ഇപ്പൊ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രൊഡ്യൂസർ ആയിരുന്നില്ല ആദ്യത്തെ. കാരണം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തു വന്നു. അതിന് സാങ്കേതികമായ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് തരണം ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലാണ് രണ്ടാമത് വേറൊരു പ്രൊഡ്യൂസേഴ്സ് എൻട്രി ആവുന്നത്.
ഈ പടം പൂർത്തിയാക്കുന്നത്, റിലീസാക്കുന്നത്. ഇത് എന്ന് വെച്ച് ആദ്യത്തെ വ്യക്തിയെ തള്ളാനോ അവസാനം വന്ന വ്യക്തിയെ പുകഴ്ത്താനുള്ളൊരു അവസരമൊന്നുമില്ല. കാരണം അവിടെയും മാർക്കറ്റിംഗിൽ മൊത്തം പാടി. അത് മാർക്കറ്റിംഗ് കൂടി കറക്റ്റ് ആയിരുന്നെങ്കിൽ ഈ പടം ശരി ഒരു 50 ദിവസം ആഘോഷിക്കേണ്ട സിനിമയായിരുന്നു. നല്ല പാട്ടുണ്ട്, ഒപ്പനയുണ്ട്, അപ്പപ്പാട്ടുകൾ, അതായത് പിന്നെ അപ്പങ്ങളമ്പാട് എന്ന പാട്ടിന്റെ ഒറിജിനൽ ഇതൊക്കെ നിക്കായിലുണ്ട്. അതിന്റെ ഒരു ത്രില്ലിലായിരിക്കും ഷൂട്ട് സമയത്ത് ത്രില്ലായിരിക്കും. നേരത്തെ ഉസ്താദ് ഹോട്ടലിലാണ് അതിന്റെ ഒരു അതല്ല അത് റീമിക്സ്, അതിന്റെ ഒറിജിനൽ വേർഷൻ, നമ്മുടെ മലബാർ ഏരിയയിലുള്ള ഒറിജിനൽ വേർഷൻ കൊണ്ടുവന്നത്. അതിന്റെ ഒക്കെ ത്രില്ലാണ്. ഈ പടം എന്ത് തന്നെയായാലും 100 ദിവസം ഓടും എന്നുള്ള വിശ്വാസം തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ അവസാന നിമിഷം വന്നു മാർക്കറ്റിംഗിൽ വന്ന പാളിച്ചാണ്, വേറെ ഒന്നുമല്ല, മറ്റെവിടെയല്ല, മാർക്കറ്റിംഗിലാണ് പാളിച്ച വന്നത്. അതിന് ഇപ്പം ആരെയും കുറ്റപ്പെടുത്തിയ കാര്യമില്ല. തീർച്ചയായിട്ടും സംഭവിക്കേണ്ടത് സംഭവിച്ചു. അതെ. ഈ തുടർന്ന് എന്താണ് താങ്കളുടെ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ ഇനിയും പടം ചെയ്യാൻ തന്നെയാണ്. അതിനിടയിൽ ഇപ്പോൾ ചീഫ് അസോസിയേറ്റും വർക്ക് ചെയ്യുന്നുണ്ട്, ചെറുതും വലുതായ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വീണ്ടും ആർട്ടിസ്റ്റുകൾ കിട്ടാതെ നീങ്ങുന്നുണ്ട്. എന്നാലും ഇപ്പം ജയസൂര്യ വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് അടുത്ത് തന്നെ നടക്കാനുള്ള സാധ്യത തെളിച്ചിട്ടുണ്ട്. അതിനൊരു പ്രൊഡ്യൂസർ ഓൾറെഡി ജയസൂര്യക്ക് അഡ്വാൻസ് കൊടുത്ത് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എന്നെ സമീപിച്ചിട്ടുണ്ട്. ഇതിന്റെ തിരക്കഥ എന്റെ തന്നെയാണ്, കഥാ തിരക്ക സംഭാഷണം എന്റെ തന്നെയാണ്. 2 സബ്ജക്റ്റ് ഉണ്ട്. 2 സബ്ജക്റ്റും പ്രൊഡ്യൂസറുടെ കീഴിലുള്ള ഒരാൾക്ക് വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് ഒരാഴ്ച കൊണ്ടത് ഒരു കൺഫർമേഷൻ കിട്ടും. അതിനുശേഷം എന്തുതന്നെയായാലും ജയസൂര്യ വെച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാവുന്നുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഇനി കിട്ടുന്ന ഒരു ആർട്ടിസ്റ്റിനെ വെച്ചുകൊണ്ട് നീങ്ങത്തിൽ കയറി ഇപ്പം എന്തായാലും പ്രൊഡ്യൂസർ ഒരു ബലമുള്ള 2 പ്രൊഡ്യൂസർ ഇപ്പൊ കയ്യിലുണ്ട്. അതിൽ ഒരാളെ കാര്യമാണ് ഇതുപോലെ. ഒന്ന് ഇപ്പം ഓൾറെഡി തമിഴ് പടം, അതായത് കോക്ടെയിൽ എന്ന ഒരു പടത്തിന്റെ തമിഴ് വേർഷൻ പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ്, വേണ്ടി കണ്ണൂരുള്ളതാണ്. അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതും കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ആൾക്കാരുണ്ട്. ഓൾറെഡി ഫോണിലൂടെ സംസാരിച്ചിരുന്നു. ഇദ്ദേഹം വന്നാലും എന്തായാലും ഒരു ഫിനാൻഷ്യലി സൗണ്ടായ ഒരു പ്രൊഡ്യൂസറാണ് ഒരു നല്ല സിനിമക്ക് ആവശ്യം. അത് എന്റെ കയ്യിലിപ്പം ഭദ്രമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ബാക്കി ഇതിനിടയിൽ അഡ്വർടൈസിങ്ങിലും ചില പരീക്ഷണങ്ങൾ നടത്തുന്നു അല്ലേ? പരീക്ഷണം എന്നല്ല, ഒരു സാധാരണ രീതിയിലുള്ള ഒരു 7 പരസ്യം ചെയ്തത് വിനോദ് ഗോപുര്, സുരഭി ഇവരൊക്കെ വെച്ചുകൊണ്ട് ചെറിയ ഒരു രീതിയിലുള്ള ഒരു നാടൻ കുറച്ച് അഡ്വർടൈസ്മെന്റ്. ഇപ്പം വെറുതെ ചെയ്യാൻ വേണ്ടി ഇപ്പം പറഞ്ഞാൽ ഇപ്പം മനോജിക്കാനെ വെച്ചിട്ടൊരു ആഡ് വന്നിട്ടുണ്ട്. അത് അതിന്റെ അത് ഒരു മുണ്ടിന്റെയാണ്. അത് വേറെ ലെവലിൽ വന്നിട്ടുണ്ട്. അതിപ്പം മിക്കവാറും എനിക്കൊന്ന് ഈ ഓഗസ്റ്റ് മാസത്തോടെ അതിന്റെ കാര്യങ്ങളാണ്. റയ്യാൻ റമളാൻ പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. താങ്കളുടെ മനോഹരമായ ഓർത്ത് വെക്കുന്ന മനസ്സിന്റെ ചെപ്പിൽ നിന്നും ഗ്രഹാതുരമായ ഒരു ഓർമ്മയായി നിൽക്കുന്ന നോമ്പ് അനുഭവങ്ങളെ കുറിച്ച്. അത് സിനിമാ ഫീൽഡിൽ വന്നതിന് ശേഷം നോമ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പഠിക്കുന്ന കാലത്തൊക്കെ എല്ലാ നോമ്പും കണ്ടിന്യൂ ചെയ്തതാണ്. ഈ ഫീൽഡിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം സമയത്തും ഒരുപോലെ ആയിരിക്കില്ല. എങ്കിലും ഞാനിപ്പം അൻവറിന്റെ ഒരു അനുഭവം, അൻവറിന്റെ സമയത്താണ് ശരിക്കും നോമ്പിന്റെ സമയത്ത് വർക്കിയത്. അൻവറിന്റെ സമയത്ത് ഞാനും പിന്നെ ശംഷുക്ക്, അതായത് സിദ്ദീഖ് ലാൽ സാറിന്റെ സിനിമ സുഖം വേറെ ഒരു പടം എനിക്ക് കിട്ടിയിരുന്നു, ഈ നമ്മൾ കരിപ്പിച്ച. അപ്പൊ ഇദ്ദേഹം നമ്മളൊക്കെ പറ്റുന്ന സമയത്ത് നോമ്പെടുക്കുകയും കൃത്യമായ സംസ്കാരവും കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്തു. ഇഫ്താർ അനുഭവങ്ങളൊക്കെ ഒരു സൗഹൃദം നിക്കാഹും നടന്നിരുന്നത് നോമ്പിന്റെ സമയത്തായിരുന്നു. അത് ആ സമയത്ത് പ്രൊഡ്യൂസറുടെ വീട്ടിൽ തന്നെ വലിയൊരു ഇഫ്താർ വിരുന്നൊക്കെ സംഘടിപ്പിച്ചു. തീർച്ചയായിട്ടും ഇനിയും മനോഹരമായ സിനിമകൾ ഉണ്ടാക്കാൻ ഈ കലാകാരന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായും അസോസിയേറ്റ് ഡയറക്ടറായും സ്വതന്ത്ര സംവിധായകനുമായിട്ട് അദ്ദേഹം സിനിമയിൽ പുതിയ വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. റയ്യാൻ റമളാനിന്റെ ഈ സെഗ്മെന്റ് താൽക്കാലികമായി ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും റമളാൻ മുബാറക്. അസ്സലാമലൈക്കും. റയ്യാൻ റമളാനിലേക്ക് സ്വാഗതം. ഹറാമുകളുടെ നിലമില്ലാ കയങ്ങളിൽ മുങ്ങിത്താഴുന്നവർക്ക് വ്രതമാസം രക്ഷയുടെ പിടിക്കയറാണെന്ന് ഓർക്കുക. പതിവ് പോലെ മജ്ലിസ് റയ്യാനിൽ ആദ്യത്തെ ചോദ്യം ടീം എയോട്. ടീം എ തയ്യാറല്ലേ? ചോദ്യം ഇതാണ്: ജോലി ചെയ്യുന്നവന് എത്ര വേഗത്തിൽ പ്രതിഫലം നൽകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത്? ജോലി ചെയ്തവന് എത്ര വേഗത്തിൽ പ്രതിഫലം നൽകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത്? ഏത് വാക്കുകളിലാണ് അതിന്റെ വേഗത സൂചിപ്പിച്ചിട്ടുള്ളത്? വിയർപ്പിണങ്ങുന്നതിന് മുമ്പ്.
വിയർപ്പ് വറ്റുന്നതിന് മുമ്പ്. ഉത്തരം ശരിയാണ്. ടീം എ 1 പോയിന്റ് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ടീം ബി റെഡിയല്ലേ? യെസ്. ചോദ്യം ഇതാ, ഖുർആനിൽ ഈസ നബിയുടെ പേര് പറയുമ്പോഴൊക്കെ മാതാവിന്റെ പേരും ചേർത്ത് പറയാറുണ്ട്. എങ്ങനെയാണത്? ഈസബിന് മറിയം. ഈസബിന് മറിയം ഉത്തരം ശരിയാണ്. ടീം ബി 1 പോയിന്റ് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം എയോട് തന്നെയാണ്. ടീം എ, ആർ യു റെഡി? ചോദ്യം ഇതാ, ഉമർ ഖയ്യാം കവിതയിൽ പ്രശസ്തനാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. എന്നാൽ മറ്റൊരു കാര്യത്തിൽ കൂടി അദ്ദേഹം പ്രശസ്തനാണ്. ഏതാണ് ആ കാര്യം? ചോദ്യം ഒന്നൂടെ, ഉമർ ഖയ്യാം കവിതയിൽ പ്രശസ്തനാണ് എങ്കിൽ മറ്റൊരു കാര്യത്തിൽ കൂടി അദ്ദേഹം പ്രശസ്തനാണ്. ഏതാണ് ആ കാര്യം? അറിയില്ല. ഉത്തരം അറിയില്ല. ടീം എ ഉത്തരം പറയാത്ത പക്ഷം അത് പാസ് ചെയ്യുകയാണ്. ടീം ബി ചോദ്യം ഇതാ, ഉമർ ഖയ്യാം കവിതയിൽ പ്രശസ്തനാണ് എന്നാൽ മറ്റൊരു കാര്യത്തിൽ കൂടി അദ്ദേഹം പ്രശസ്തനാണ്. ഏതാണ് ആ കാര്യം? ഉമർ ഖയ്യാം കവിതയിൽ പ്രശസ്തനാണ് എന്നാൽ മറ്റൊരു കാര്യത്തിൽ കൂടി അദ്ദേഹം പ്രശസ്തനാണ്. ഏതാണ് ആ കാര്യം? അറിയില്ല. ഉത്തരം അറിയില്ല. അങ്ങനെ ടീം എക്കും ബിക്കും ഉത്തരം അറിയാത്ത പക്ഷം ഉത്തരം ക്വിസ് മാസ്റ്റർ പറയുന്നതാണ്. ഉമർ ഖയ്യാം പ്രശസ്തനായത് കവിതയ്ക്ക് പുറമെ മാത്തമാറ്റിക്സിൽ കൂടിയാണ്. അങ്ങനെ ഇരു ടീമുകളും ഉത്തരം പറയാത്ത പക്ഷം ഇരു ടീമുകൾക്കും പോയിന്റ് ലഭിക്കുന്നതല്ല. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ടീം ബി തയ്യാറായിക്കോളൂ. ഖുർആനിലെ ഏത് അധ്യായത്തിലാണ് അനന്തരാവകാശ നിയമങ്ങൾ വിശദമായി പ്രതിപാദിച്ചത്? ചോദ്യം ഒന്നൂടെ, ഖുർആനിലെ ഏത് അധ്യായത്തിലാണ് അനന്തരാവകാശ നിയമങ്ങൾ വിശദമായി പ്രതിപാദിച്ചത്? സൂറത്തു നിസാ. സൂറത്തു നിസാ ഉത്തരം ശരിയാണ്. അങ്ങനെ ഈ സെഗ്മെന്റിൽ ടീം ബി 2 പോയിന്റ് നേടിയിരിക്കുന്നു. ടീം എ 1 പോയിന്റ് മാത്രമാണ് നേടിയത്. ക്വിസ് മാസ്റ്റർ 1 പോയിന്റ് നേടിയിരിക്കുന്നു. ഒരു നല്ല ഗാനം ആസ്വദിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം.